പഠിപ്പിച്ചത്. അവൻ സംസാരിക്കുന്നത് മോശമാണ്, അവൻ പറയുന്നത് മോശമാണ്, അവൻ കേൾക്കുന്നത് ഹറാമിയത്താണ്, അവൻ കാണുന്നത് ഹറാമിയത്താണ്, അവൻ പ്രവർത്തിക്കുന്നത്, അവന്റെ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്നത് മുഴുവനും ഹറാമിയത്താണ്, തെറ്റാണ്, തിന്മയല്ലാതെ മറ്റൊന്നും അവരിൽ നിന്ന് വരികയില്ല എന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഇന്ന് മർമ്മപ്രധാനമായി വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇന്ന് കാണുന്ന ന്യൂസുകൾ മുഴുവനും, ഇന്ന് കാണുന്ന ചാനലുകൾ മുഴുവനും വെറും മ്ലേച്ഛമായ നീചമായ കാര്യങ്ങളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ വളരെ വേദനയോടുകൂടി ഞാനൊന്ന് പറയട്ടെ. പത്തനംതിട്ട ജില്ലയിൽ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദലിത് പെൺകുട്ടിയെ 64ഓളം പുരുഷന്മാരെ മാറി മാറി കൂട്ടബലാത്സംഗത്തിനിരയാക്കി പോയെന്ന് ഇന്ന് ന്യൂസുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോ ഇത്രമേൽ അതിക്രമം കാണിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് വേറെ ആരുണ്ടാകും? വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദലിത് പെൺകുട്ടിയെ 64ഓളം പുരുഷന്മാരെ മാറി മാറി കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്ന് പറയുമ്പോ ആ പെൺകുട്ടി പറയുന്നുണ്ട്, 13 വയസ്സ് മുതൽ എന്നെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആ പെണ്ണ് അനുഭവിച്ച ത്യാഗത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 64 പുരുഷന്മാര് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നുവെങ്കിൽ ആ പെൺകുട്ടി എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ടാകും. ഇത്രമേൽ അധപ്പതനത്തിന്റെ പടുകുടിയിലേക്ക് ആപതിച്ചു പോയ പുരുഷന്മാര് വളർന്നു വരുന്നു എന്ന് പറയുമ്പോ അതല്ലേ ഈ ഭൂമി ലോകത്ത് ഏറ്റവും വലിയ മ്ലേച്ഛനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മൻ തോല ഉമറുഹു വസാന അമലുഹു, ഒരുപാട് നാൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് നാൾ ജീവിക്കുന്നു എന്ന് അഭിമാനം കൊള്ളുന്നതിലല്ല അർത്ഥം. ഒരുപാട് നാൾ എനിക്ക് ഇന്ന് ഇത്ര വയസ്സ് വരെ, എനിക്കിപ്പോ ഇത്ര വയസ്സ് പ്രായമായി എന്ന് അഭിമാനം കൊള്ളലല്ല. അത്രയും നാൾ ഞാൻ ജീവിച്ച എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നാം നോക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമാണോ മലപ്പുറം ജില്ലയിലെ 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു പോയെങ്കിൽ അതിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പുരുഷനാണ്. സ്വന്തം ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ട് വെറും 20 ദിവസം മാത്രമാണ് കൂടെ താമസിച്ചത്. 20 വർഷമെന്നല്ല, 20 ദിവസം മാത്രമാണ് കൂടെ താമസിച്ചത്. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് കണ്ടിരിക്കൽ സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ്, സുന്നത്തും മുഅക്കദയാണ്. അങ്ങനെ അവൻ പോയി പെണ്ണ് കണ്ടു, അവന്റെ വീട്ടുകാർ പോയി പെണ്ണ് കണ്ടു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് വിവാഹം നടത്തി കൊടുത്തു. സ്വന്തം ഒരു പിതാവ് ഒരു മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ നിക്കാഹ് നടത്തുന്ന സദസ്സിലേക്ക് പോയിരുന്നാ നമുക്ക് മനസ്സിലാക്കും. ഒരു പിതാവ് നിക്കാഹ് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതുമാപ്പിളയുടെ കൈകളിലേക്ക് പിടിക്കുമ്പോ കരങ്ങളും വിറയ്ക്കും സഹോദരങ്ങളെ. എന്തേ കാരണമെന്നറിയോ? ഈ 18 വയസ്സ് വരെ 19 വയസ്സ് വരെ എന്റെ പെൺമക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും വരരുതെന്ന് പറഞ്ഞിട്ട് എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും കൊടുത്ത് വളർത്തിയെടുത്ത ഒരു പെൺകുട്ടിയെ ഒരു അന്യ പുരുഷന്റെ കൈ പിടിച്ചിട്ട് അവനെ കേൾപ്പിച്ചു കൊടുക്കുമ്പോ ഏതൊരു പിതാവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിക്കും, ഏതൊരു പിതാവിന്റെ കൈകളും വിറയ്ക്കും, ഏതൊരു പിതാവിന്റെ ഹൃദയവും വിറങ്ങലിക്കും. എന്റെ ഒരു അന്യപുരുഷന്റെ കൈയിലേക്ക് പിടിച്ചു കൊടുക്കുകയാണ്. ഇന്ന് വരെ ഞാൻ നല്ലതുപോലെ വളർത്തിയെടുത്ത എന്റെ മോളെ ഇനി എങ്ങനെയാണ് എന്റെ മോൾക്ക് ഇനി ജീവിക്കുന്നത് എന്ന് ആലോചിച്ച ആ പിതാവ് കരയും. എന്റെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 19 വയസ്സുകാരിയായ ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു പോയെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് 20 ദിവസം മാത്രം കൂടെ താമസിച്ചു പോയ ആ ഭർത്താവ് പറയുകയാണ്, നിനക്ക് നിറമില്ല, നിന്റെ നിറം കറുത്തുപോയി, അതുകൊണ്ട് ഇനി നീയുമായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല, ത്വലാഖ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോ ആ പെണ്ണിനോട് ഞാൻ നിന്നെ ത്വലാഖ് ചെല്ലാൻ പോവുകയാണെന്ന് പറയുമ്പോ ആ 19 വയസ്സുകാരിയായ പെൺകുട്ടി ആ ഭർത്താവിന്റെ കാൽക്കൽ വീണ്, ഭർത്താവിന്റെ മാതാവിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്നു. ഉമ്മ, നിങ്ങൾ പറയണേ, ഇക്കാരോട് എന്നെ ഉപേക്ഷിക്കരുതെന്നൊന്ന് പറയണേ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പൊട്ടിക്കരയുമ്പോ ആ കരച്ചിലിന് അത് അറിഞ്ഞു വരാതെ അവസാനം ആ പെൺകുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ഹൃദയം പൊട്ടിപ്പിളർന്ന് അവസാനം ആ പെണ്ണുപോയ ആത്മഹത്യ ചെയ്തു പോയെങ്കിൽ
എന്റെ സഹോദരങ്ങളെ, ഇത്രമേൽ അതിക്രമങ്ങളിൽ നടിച്ചു വിടുന്നു എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതാണ്, മൻ ഖാല ഉംറുഹു വസഅ അമലുഹു. ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യനിൽ ഏറ്റവും അതപ്പതിച്ചു പോയ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് നാൾ ജീവിക്കും, പക്ഷേ അവന്റെ ജീവിതത്തിൽ മുഴുവനും തെറ്റുകളായിരിക്കും സംഭവിക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതൊക്കെ വളരെ വേദനയോടുകൂടി അല്ലാതെ പറയാൻ കഴിയോ? എത്രയെത്ര അനുഭവസ്ഥര് പറയുന്നുണ്ട്. നിറത്തിന്റെ പേരിൽ, അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ പേരില്, സ്ത്രീധനത്തിന്റെ പേരില്, ഇങ്ങനെ കുടുംബ മഹിമയുടെ പേരില് ഓരോന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് അവളെ വല്ലാതെ പീഡിപ്പിച്ച്, മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ച് അവസാനം പിച്ച് ചീന്തപ്പെടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഇന്ന് സമുദായം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളവന്മാർക്ക് പെണ്ണെട്ടി കൊടുക്കാൻ പാടില്ല എന്ന എൻ്റെ അഭിപ്രായം. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ നമ്മുടെ മക്കളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്? അള്ളാഹു നമ്മുടെ മക്കളുടെ ഭാവി ജീവിതം ഭാസുരമാക്കി കൊടുക്കുമാറാകട്ടെ. വളരെ വേദനയോടുകൂടി അല്ലാതെ പറയാൻ കഴിയോ? ഓരോ പെൺകുട്ടികളുള്ള മാതാപിതാക്കളിൽ നിന്ന് വല്ലാതെ കണ്ണീരോടെ കഴിയുകയാണ്. എങ്ങനെയാണ് എൻ്റെ പെൺകുട്ടികളെ ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക? അള്ളാഹു നമ്മുടെ മക്കളുടെ ഭാവി ജീവിതം നന്നാക്കി തരട്ടെ. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷയെ കാണാൻ കടന്നു വന്നു പോയാൽ ആർക്കും അത് സഹിക്കാൻ കഴിയൂല. എന്തിനേറെ പറയണം, വലിയ ശിക്ഷയൊന്നും വേണ്ട. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത കൊറോണ വൈറസ് എന്ന് പറയുന്ന മാരകമായ ഒരു വൈറസ് മാത്രം ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നപ്പോ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ആളുകള് അവസാനം വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടുന്ന ഒരവസ്ഥ വന്നില്ലേ? ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിന്റെ അകത്തളങ്ങളിൽ കഴിയേണ്ടുന്ന അവസ്ഥ വന്നില്ലേ? വീട്ടിന്റെ അകത്തളങ്ങളിൽ കഴിയുന്നു എന്ന് മാത്രമല്ല, ആർക്കെങ്കിലും കൊറോണ വൈറസ് എന്ന് പറയുന്ന മാരകമായ രോഗം സ്ഥിരീകരിച്ചു പോയാൽ ഒരു വീട്ടിന്റെ ഒരു റൂമിന്റെ അകത്തളങ്ങളിൽ അടച്ചു പൂട്ടിയിടുകയാണ്. മാത്രമാണോ അടച്ചു പൂട്ടിയിടുന്നത്? മാത്രമൊന്നുമല്ല, ആ വീട്ടിന്റെ റൂമിന്റെ അകത്തളങ്ങളിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് നായയ്ക്ക് കൊണ്ടുപോയി തട്ടിക്കൊടുക്കുന്നത് മാതിരി ഒരു പാത്രത്തിൽ കൊണ്ടുപോയി തട്ടിക്കൊടുക്കും, അതെടുത്ത് കഴിക്കണവൻ. അള്ളാഹുവിന്റെ പരീക്ഷണമൊന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്. ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷിക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. അള്ളാഹുവിന്റെ പരീക്ഷണം വരാൻ കൂടുതൽ ദിവസമൊന്നും വേണ്ട. അള്ളാഹുവിന്റെ പരീക്ഷണം വരാൻ കൂടുതൽ വർഷങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ഒന്നും വേണ്ട. അള്ളാഹുവിന്റെ പരീക്ഷണം പൊടുന്നനെ വരുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയുമല്ലോ, ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ, ആ കുഞ്ഞുമക്കളെ വല്ലാതെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തുമ്പോ ആ കുഞ്ഞുമക്കൾ വല്ലാതെ കണ്ണീരോടെ എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ട് സഹോദരങ്ങൾ നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ കണ്ണീരോടെ കഴിഞ്ഞുകൂടുമ്പോ ആ കുഞ്ഞുമക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന നികൃഷ്ട ജന്തുക്കളെ സഹായിച്ച അമേരിക്ക എന്ന് പറയുന്ന നിറകെട്ട സമൂഹത്തിന്റെ ഉടമകളെ അള്ളാഹു പരീക്ഷണം കൊടുത്തത് നാം കണ്ടതാണല്ലോ. വെറും ജനുവരി 7-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 7-ാം തീയതി മുതൽ അള്ളാഹുവിന്റെ കഠോരമായ പരീക്ഷണങ്ങൾക്ക് പാത്രരായി മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നേരിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്തപ്പോ ഒരു കാട്ടുതീ അല്ലാഹു തആല അങ്ങ് കൊടുത്തു. ആ കാട്ടുതീ മൂലം എന്തുമാത്രം ആളുകളാണ് നഷ്ടപ്പെട്ടു പോയത്. അവസാനം അവരെ കണ്ണീരോടെ നിലവിളിക്കുകയാണ്. എങ്ങനെ നിലവിളിക്കാതിരിക്കും സഹോദരങ്ങളെ? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ വെടിവെച്ചുകൊണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ കാണിച്ചിട്ടും അവർക്ക് ആർക്കൊരു വേദനയില്ലായിരുന്നല്ലോ. സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടപ്പോ, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടപ്പോ, സ്വന്തം കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് കണ്ണീരായി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. എന്തെല്ലാം ആധുനിക സംവിധാനങ്ങൾ അവരുടെ കൈവശമുണ്ട്, എന്നിട്ട് അതൊക്കെ നശിപ്പിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഇതാണ് അള്ളാഹുവിന്റെ ശിക്ഷ. ഇതാണ് അള്ളാഹുവിന്റെ ശിക്ഷ. ഒരു പ്രദേശത്തിൽ ഏകദേശം 12,000-ഓളം ഭവനങ്ങളാണ്, 12,000-ഓളം വീടുകളാണ് കത്തി നശിച്ചു പോയത് എന്നാണ് ന്യൂസ് റിപ്പോർട്ട്.
ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. സാധാരണ നമ്മൾ താമസിക്കുമ്പോഴുള്ള വീടല്ല, കോടീശ്വരന്മാർ താമസിക്കുന്ന ഏരിയയാണത്. ഒരു വീട് നശിച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് അവിടെ നഷ്ടമാകുന്നത്. അങ്ങനെയാണെങ്കിൽ 12,000-ഓളം ഭവനങ്ങളാണ് കത്തി നശിച്ചു പോയത് എങ്കിൽ എത്രത്തോളം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ആ അമേരിക്കയിൽ സംഭവിച്ചു പോയത്. അള്ളാഹുവിൻ്റെ ചെറിയ ഒരു പരീക്ഷണം, ഇന്ന് വരെ അത് അണക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം. ഗസയിലെ മക്കള് കണ്ണീരോടെ കഴിഞ്ഞപ്പോ ആർക്കെങ്കിലും വേദനയുണ്ടായോ? ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതം നന്നാക്കിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷ കടന്നു വന്നാൽ അപ്പോൾ പിന്നെ കരഞ്ഞിട്ട്, അപ്പോൾ പിന്നെ നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഒരുപാട് നാൾ ജീവിക്കുന്നതിൽ കാര്യമില്ല. ആ ജീവിതത്തിൽ മ്ലേച്ഛമായ സ്വഭാവത്തിനുടമയായി മാറിപ്പോയെങ്കിൽ അവനാണ് ഈ ഭൂമിലോകത്ത് ജീവിക്കുന്നവർ ഏറ്റവും വലിയ ശർറായവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരുപാട് നാൾ ജീവിച്ചു, ആ ജീവിത കാലയളവിൽ ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നവനാണോ അവനാണ് ഈ ഭൂമിലോകത്ത് ജീവിക്കുന്നവൻ ഏറ്റവും വലിയ അത്യുത്തമനായ മനുഷ്യനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത് പരിശുദ്ധമായ റമദാനിൽ നമുക്ക് വരവേൽപ്പിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴാ മരണമെന്ന് പറയാൻ കഴിയോ? ഓരോ മനുഷ്യന്റെയും മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല.